ആർക്കൊപ്പം കേരളം 24 ലീഡ് അഭിപ്രായ സർവേ 2019 നാളെ രാത്രി 7 മണി മുതൽ 24 വാർത്താ ചാനലിൽ. പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൃപേഷിന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. ഭവനരഹിതർക്കായി ഹൈബിയുടെ നടപ്പാക്കുന്ന തണൽ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചത്. പെരിയയിൽ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടിട്ട് 51 ദിവസം പൂർത്തിയാകുന്നതിനിടെയാണ് കൃപേഷിനായി വീടൊരുങ്ങിയത്. വീടിന്റെ പണി തുടങ്ങി 46 ദിവസം കൊണ്ടാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയായത്. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി ഹൈബിയുടെ നടപ്പാക്കുന്ന തണൽ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചത്. താക്കോൽദാന ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് പരിപാടികൾ മാറ്റിവെച്ച് ഹൈബിയുടനും കുടുംബവും എത്തി. കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും കോൺഗ്രസ് പ്രവർത്തകരും ചടങ്ങിനെത്തിയിരുന്നു. കൃപേഷും അച്ഛൻ കൃഷ്ണനും അമ്മയും 2 സഹോദരികളും അടങ്ങിയ കുടുംബം ഓലമേഞ്ഞ ഒറ്റമുറി വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പുതിയ വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ അച്ഛൻ കൃഷ്ണൻ വിതുമ്പി. ഇപ്പോൾ ഈ വീട്ടിൽ കൂടുമ്പോൾ എൻ്റെ മകൻ്റെ വേർപാടാണ്. അവൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരാണ് അച്ഛനും അമ്മക്കും പെങ്ങന്മാർക്കും. അവൻ പറഞ്ഞുകൊണ്ട് നടന്ന എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നു. 3 മുറികളും 1 ഹാളും അടുക്കളയും അടക്കം 1100 സ്ക്വയർ ഫീറ്റിലാണ് കിച്ചൂസ് എന്ന് പേരിട്ട വീട് ഒരുക്കിയിരിക്കുന്നത്. തണൽ ഭവന പദ്ധതി പ്രകാരം ഹൈബിയുടെ നിർമ്മിച്ചു നൽകുന്ന 30ാമത്തെ വീടാണിത്. 24 കാസർഗോഡ്.